അയ്യാ വണക്കം. കേരള സ്റ്റോറി 2 എന്ന് പറയുന്ന സ്റ്റോറി കേരളത്തിൻ്റെ സ്റ്റോറിയല്ല, മറിച്ച് അത് മറ്റേതോ സ്റ്റോറിയാണ്. പാരലൽ വേൾഡിലെ സ്റ്റോറിയാണ്. കേരളത്തിലെ ജനങ്ങളുടെ വായിൽ ആരും ഇങ്ങനെ ബീഫ് കുത്തിക്കയറ്റാറില്ല. നമുക്ക് കുറച്ച് ബീഫൊക്കെ ആണെങ്കിൽ കുറച്ച് പൊറോട്ടയിലൂടെയൊക്കെ ഇങ്ങ് തന്നാൽ നമ്മൾ എന്ത് ചെയ്യും? അതിങ്ങനെ നമ്മൾ കുഴച്ചടിക്കും. അല്ലെങ്കിൽ കേരളത്തിലെ ബീഫ് കുത്തിക്കയറ്റുന്ന വായിൽ കുത്തിക്കയറ്റുന്ന സ്ഥലമുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാമോ? ഭക്ഷണ സ്വാതന്ത്ര്യമുള്ള നാടാണ് കേരളം. എന്ത് വേണമെങ്കിലും കഴിക്കാം, എന്ത് വേണമെങ്കിലും കുടിക്കാം. കേരളത്തിലെ ജനങ്ങളെന്ന് പറഞ്ഞാൽ പ്രബുദ്ധരാണ്. നമ്മൾ ആരുടെയും വായിലൊന്നും ഫോഴ്സ് ചെയ്ത് തള്ളിക്കയറ്റാറില്ല. വേണമെന്നുള്ളവർക്ക് കഴിക്കാം, വേണ്ടാത്തവർക്ക് കഴിക്കേണ്ട. ഇതാണ് ഒരു ലൈൻ എന്ന് പറയുന്ന കമ്മികളുടെയും കൊങ്ങികളുടെയും പ്രത്യേകിച്ച് സുഡാപ്പികളുടെയും. അതായത് കേരള സ്റ്റോറി 2 കേരളത്തിൻ്റെ കഥയല്ല എന്നാണ് പറയുന്നത്. ഇവിടെ ബീഫ് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. ഈ ബീഫ് എന്ന് പറയുന്ന സാധനം യഥാർത്ഥത്തിൽ ഈ പശു ഇറച്ചി, ഈ നമ്മൾ ഇന്ത്യക്കാർ, അതായത് ഇന്ത്യയിലെ BJP നേതാക്കൾ അല്ലെങ്കിൽ ഇന്ത്യ ഏറ്റവും കൂടുതൽ എക്സ്പോർട്ട് ചെയ്യുന്ന ബീഫ് എക്സ്പോർട്ടാണ്. അതിൽ ഇന്ത്യ നമ്പർ 1 ആണ് എന്നൊക്കെ പറഞ്ഞ് സുഡാപ്പികൾ ഇവിടെ കിടന്ന് തള്ളി മറിക്കുന്നുണ്ട്. യവന്മാർക്ക് വിവരവും വിദ്യാഭ്യാസവും ഇല്ലാത്തതുകൊണ്ട് ഇത് പശു ഇറച്ചിയാണ്. പശു ഇല്ലേ, ഗോമാത, ആ പശുവിൻ്റെ ഇറച്ചിയാണ്. മറ്റേത് ബഫളോ, മൂരി അല്ലെങ്കിൽ വാട്ടർ ബഫളോ എന്നൊക്കെ പറയും. ഈ വെള്ളത്തിൽ ഇങ്ങനെ പൊങ്ങി ഇങ്ങനെ കിടക്കില്ല ഒരു സാധനം, അതിനെയാണ് നമ്മൾ ഈ വാട്ടർ ബഫളോ എന്ന് പറയുന്നത്. അതിൻ്റെ ഇറച്ചിയാണ് എക്സ്പോർട്ട് ചെയ്യുന്നത്. കേരളത്തിലും പല ഭാഗത്തും പോകുമ്പോൾ ഈ ബീഫ് ഫസ്റ്റ് എന്ന് പറഞ്ഞവർ കൊടുക്കുന്നത് തന്നെ വാട്ടർ ബഫളോയുടെ ഇറച്ചിയാണ്. നമ്മൾ ഈ ഇറച്ചിക്കടകളിലൊക്കെ പോകുമ്പം ഒരു സാധനം ഉണ്ടല്ലോ, കറുത്തൊരു സാധനം, അതിൻ്റെ നാക്കിങ്ങനെ തള്ളിയിട്ട് ഇങ്ങനെ പുറത്തിങ്ങനെ തലവെട്ടി വെച്ചിരിക്കും. അതാണ് വാട്ടർ ബഫളോ എന്ന് പറയുന്നത്. മറ്റേത് പശു. ആ പശുവിനെ വെട്ടാൻ പാടില്ല. അതെന്തുകൊണ്ടാണ് വെട്ടാൻ പാടില്ലാത്തത്? അത് ഇവിടെയുള്ള ഹിന്ദുക്കൾ ആചരിക്കുന്ന അല്ലെങ്കിൽ അവരുടെ ആചാരത്തിൻ്റെ ഒരു ഭാഗമാണ്. അവരതിനെ ആരാധിക്കുന്നു. അതുകൊണ്ട് ദേവി ഇത് വെട്ടരുത്. പല സ്ഥലത്തും ഇത് ബാൻ ചെയ്തിട്ടുണ്ട്. കോൺഗ്രസ് സർക്കാരാണ് ബാൻ ചെയ്തത് എന്നുള്ളൊരു സാഹചര്യമുണ്ട്. പക്ഷേ ഹിന്ദുവിൻ്റെ ആചാരമാണല്ലോ, അതുകൊണ്ട് ഞങ്ങൾ വെട്ടും എന്ന് പറഞ്ഞ് ഇവിടെ കിടന്ന് പശുവിനെ തലങ്ങും വിലങ്ങും വെട്ടലാണ് ഇവരുടെ കമ്മികളുടെ പ്രശ്നം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കമ്മികളുടെ പരിപാടി എന്ന് പറയുന്നത്. അതേസമയം അപ്പുറത്ത് എന്തെങ്കിലും ആചാരമുണ്ടെങ്കിൽ, ഇസ്ലാം സമുദായത്തിൽ എന്തെങ്കിലും ആചാരമുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല. അത് നമ്മൾ ചെയ്യാൻ പാടില്ല സഹോദര. അത് മതേതരത്വമാണ്. അതാണ് നമ്മുടെ നാട്ടിൻ്റെ ബ്യൂട്ടി ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. അവർക്ക് അവരുടെ മതം പറയാനും പ്രചരിപ്പിക്കാനുള്ള അവകാശമുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിനെ അങ്ങ് ന്യായീകരിച്ച് മെഴുകുകയും ചെയ്യും. ഈ പശു എന്ന് പറയുന്ന സാധനം ബാൻഡാണ് പല സ്ഥലത്തും. പിന്നെ നമ്മുടെ കേരളത്തിൽ പശു എന്ന് പറയുന്ന സാധനം ബാൻഡ് അല്ലെങ്കിലും പറയുന്നു, നിങ്ങളത് ചെയ്യരുത്, അതിനെ വെട്ടരുത് എന്ന് പല ആൾക്കാരും പറയുന്നു. നമ്മുടെ പല പ്രമുഖ വ്ളോഗേഴ്സും, കൊടികെട്ടിയ കമ്മി വ്ളോഗേഴ്സും ഇങ്ങനെ ഭയങ്കര അഭിമാനപൂരിതമായിട്ട് പറയുന്നു കേട്ടു. ഞാനൊരു ചായക്കടയിൽ ചെന്നപ്പോൾ അവിടെ പോർക്ക് വാങ്ങിച്ച് ഞാനിങ്ങനെ വെട്ടി വിഴുങ്ങിക്കൊണ്ടിരുന്നപ്പോൾ തൊട്ടടുത്തിരുന്ന ആൾ ചായ കുടിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ അയാളുടെ പേര് ചോദിച്ചപ്പോൾ അയാളുടെ പേര് ഒരു മുസ്ലിം പേര്. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾക്ക് കഴിച്ചുകൂടല്ലോ ഇതറിഞ്ഞെങ്കിൽ എൻ്റെ ഈശ്വര, ഞാൻ നിങ്ങളുടെ അടുത്തിരുന്ന് പോലും ഇത് കഴിക്കില്ലായിരുന്നു, എന്തൊരു പാപിയാണ് ഞാൻ എന്നൊക്കെ പറയുന്ന ലവന്മാരാണ് ഇപ്പുറത്ത് നോക്കിയിട്ട് കൊഞ്ഞണം കുത്തുന്നത്. എങ്ങനെയുണ്ട് അവന്മാരുടെ ഇരട്ടത്താപ്പ്? ഒന്നെങ്കിൽ രണ്ടും ചെയ്യണം, അല്ലെങ്കിൽ രണ്ടും ചെയ്യാതിരിക്കണം. നീയൊക്കെ വന്നിക്കണ്ട, നിന്ദിക്കാതിരുന്നാൽ മതി എന്ന് മാത്രമാണ് പ്രധാനമായിട്ടും അവർ പറയുന്നത്. ഇതങ്ങനെയല്ല. ഇത് വന്നിക്കുകയില്ല, എന്നാൽ നിന്ദിക്കുകയാണെങ്കിൽ അങ്ങേയറ്റം നിന്ദിക്കുകയും ചെയ്യും. ചൊറിയാനായിട്ട് ഇങ്ങനെ ഇറങ്ങിയിരിക്കുകയാണ് കുറേ എണ്ണം. എന്ത് തന്നെയായിരുന്നു ലോമാരെയൊക്കെ അണ്ണാക്കിലടിച്ചുകൊണ്ട് ഇപ്പോൾ ഒരു സാധനം വന്നിട്ടുണ്ട്. നമ്മുടെ സുഡാപ്പി ചാനൽ കഴിഞ്ഞ ദിവസമൊക്കെ ഇരുന്ന് വലിയ ചർച്ചയായിരുന്നു. എന്താണ് ഭക്ഷണ സ്വാതന്ത്ര്യം, എന്ത് കഴിക്കണം എന്ത് കുടിക്കണം എന്നൊക്കെ തീരുമാനിക്കുന്നത് ആരാണ്? കേന്ദ്ര സർക്കാരാണോ തീരുമാനിക്കുന്നത്? അത് നമ്മൾ തീരുമാനിക്കും. എന്ത് കഴിക്കണം എന്ത് കുടിക്കണം എന്നുള്ള കാര്യമൊക്കെ നമ്മളാണ് തീരുമാനിക്കുന്നത്. നമ്മളങ്ങനെ തീരുമാനിച്ച് നമ്മളത് നടപ്പിലാക്കും എന്നൊക്കെയാണ് അവന്മാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കാണാൻ ദാണ്ടട കിടക്കണം അരിയും 3G പഞ്ചാരയും 3G അങ്ങനത്തെ രീതിയിലാണ് കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോക്ക്. ലക്ഷദ്വീപിൽ ഒരു ഓർഡർ വന്നു. ലക്ഷദ്വീപിൽ മദ്യം വിളമ്പാൻ അവിടുത്തെ കളക്ടർ ഒരു അനുമതി കൊടുത്തു. ഇവന്മാരെല്ലാം കൂടെ മുണ്ടൂരി തലയെ കെട്ടി, ആര് പറഞ്ഞടാ ലക്ഷദ്വീപിൽ മദ്യം വിളമ്പാൻ? ലക്ഷദ്വീപ് നിവാസികളുടേതാണ്. പോടാ പുല്ലേ, ലക്ഷദ്വീപ് ഇന്ത്യയുടേതാണ്. ലക്ഷദ്വീപ് നിവാസികളുടേതല്ല. ലക്ഷദ്വീപും കേരളവും തമിഴ്നാടും മഹാരാഷ്ട്രയും കർണാടകയും ഉത്തർപ്രദേശും എല്ലാം ഇന്ത്യയുടേതാണ്. ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യത്തിൻ്റേതാണ് എന്നുള്ളതാണ്. അങ്ങനെ പറയാൻ പറ്റില്ല. ലക്ഷദ്വീപ് എന്ന് പറയുന്നത് ആരുടേതാണ്? ലക്ഷദ്വീപ് നിവാസികളുടേതാണ്. അവിടെ മൊത്തം ഞമ്മൻ്റെ ആൾക്കാരാണ്. അങ്ങനെയുള്ളൊരു സ്ഥലത്ത് മദ്യം വിളമ്പുക എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? ഇവിടെയുള്ള ഒരു കമ്മിക്കുട്ടന്മാരെയും സ്വപ്പൻ ടച്ചിങ്സ് ഒക്കെ എടുത്ത് വെച്ചതാ നമ്മൾ മദ്യം കഴിക്കുന്നത് എങ്ങനെ ടച്ചിങ്സ് ഒക്കെ എടുക്കില്ല, ഇങ്ങനെ അടിച്ചിട്ട് ഇങ്ങനെ ഗ്ലഞ്ചങ്ങൾ, ഇങ്ങനെ ഒരു വീഡിയോ നമ്മൾ കണ്ടില്ലല്ലോ. അങ്ങനെ കാണില്ല. അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ അവിടെ മദ്യം വിളമ്പാൻ പോകുന്നു എന്ന് പറഞ്ഞ് ഇവിടെയുള്ള കമ്മിക്കുട്ടന്മാർ ന്യൂനപക്ഷങ്ങളെ പ്രീണിപ്പിക്കാനായിട്ട് ഒരു ദിവസം ബിവറേജെങ്കിലും അടച്ചിട്ടൂടെ? നിനക്കൊക്കെ എനിക്ക് അറിഞ്ഞുകൂടാത്തതുകൊണ്ട് ചോദിക്കണം. ഒരു ദിവസം ബിവറേജെങ്കിലും അടച്ചിട്ടൂടെ? എന്ത് കഴിക്കണം എന്ത് കുടിക്കണം എന്ന് തീരുമാനിക്കുന്നത്, അതിൽ
കൈകടത്തരുത് എന്ന് പറയുന്ന ലവന്മാർ ലക്ഷദ്വീപിൽ മദ്യം വിളമ്പാൻ പോകുന്നു. അല്ലെങ്കിൽ മദ്യം വിളമ്പുക എന്ന് പറഞ്ഞാൽ വാ തുറന്ന് ഇവന്മാർ അണ്ണാക്കിൽ ഒഴിച്ചു കൊടുക്കാനുമല്ല പോകുന്നത്. അവിടെ വരുന്ന ടൂറിസം ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് അവിടെ വരുന്ന ആൾക്കാർക്ക് എന്ത് ചെയ്യുന്നു, സ്വല്പം മദ്യം കൊടുക്കണം. അവർക്കും വേണമെങ്കിൽ അവർ വാങ്ങിച്ച് കഴിച്ചോളും. ഇവന്മാരെയൊന്നും ആരും ഫോഴ്സ് ചെയ്യുന്നില്ല. ഇവന്മാർ മുണ്ടൂരി തലയെ കെട്ടി രംഗത്തെത്തിയിരിക്കുകയാണ്. ലക്ഷദ്വീപ് എന്ന് പറഞ്ഞുകൊണ്ട് എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് പ്യുവർ മൾട്ടിപ്പിൾ ഡാഡി സിൻഡ്രോം. പച്ചയ്ക്ക് പറഞ്ഞാൽ ഒരു തന്തയിൽ നിൽക്കില്ല ഇവന്മാർക്ക് പല തന്തയല്ല, ഇവന്മാർ ലോഡ് കണക്കിന് തന്തമാരാണ് എന്ന് നമുക്ക് ചിലപ്പോൾ പറയേണ്ടി വരും. അതായത് കേരളത്തിൽ ബീഫ് എല്ലാവരും കഴിക്കും, ആരും ബാൻ ചെയ്യാൻ പാടില്ല. എന്നാൽ ലക്ഷദ്വീപിൽ അവിടെ ഞമ്മൻ്റെ ആൾക്കാരല്ലേ മൊത്തം, അവർക്കിടയിൽ എന്തിനാണിത് വിളമ്പുന്നത്? അതായത് നമ്മുടെ ആൾക്കാർ ഭൂരിപക്ഷമായി കഴിഞ്ഞാൽ ഞമ്മൻ്റെ നിയമം, അവിടെ മദ്യം വിളമ്പാൻ പാടില്ല, മദ്യം കഴിക്കാൻ പാടില്ല. നാളെ ലക്ഷദ്വീപിലോട്ട് ഞാൻ ചെല്ലുകയാണ്, ഞാൻ ചെന്നിട്ട് എനിക്ക് കുറച്ച് മദ്യം കഴിക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ അതിൻ്റെ മൗലികമായിട്ടുള്ള അവകാശമാണല്ലോ, തോന്നിക്കഴിഞ്ഞാൽ കഴിക്കും. മദ്യം ബാൻഡ് അല്ലെങ്കിൽ കഴിക്കും. കേരളത്തിലും അത് തന്നെയാണ്. അത് ബാൻഡ് അല്ലാത്ത സാധനങ്ങളെല്ലാം കഴിക്കും. കേരളത്തിൽ ഇത്തിരി പോലും പെരുമ്പാമ്പിനെ തിന്നണമെന്ന് എനിക്ക് തോന്നിക്കഴിഞ്ഞാൽ തിന്നാൻ പറ്റുമോ? എനിക്ക് വേണമെങ്കിൽ പറയാമല്ലോ, തായ്ലൻഡിൽ പെരുമ്പാമ്പിനെ തിന്നുന്നില്ലേ, പിന്നെ എനിക്ക് എന്തുകൊണ്ട് ഇവിടെ തിന്നൂടാ? തായ്ലൻഡിൽ മുതലേ തിന്നുന്നുണ്ടല്ലോ, പിന്നെ എന്തുകൊണ്ട് എനിക്ക് തിന്നൂടാ? ഇത് ഭക്ഷ്യയോഗ്യമാക്കണം എന്ന് പറഞ്ഞാൽ എന്നെ പിടിച്ച് അകത്തിടും. കാരണം അതിവിടെ ബാൻഡാണ്. അത് അവിടെ കഴിക്കാം, ഇവിടെ കഴിച്ചുകൂടാ. അറിയാമല്ലോ. ഇനി ഗൾഫിലൊക്കെ ഇരുന്ന് കുറേ എണ്ണം പറഞ്ഞിട്ടുണ്ട്, എനിക്ക് കൊതി വരുമ്പോൾ റാസൽ ഖൈമയിൽ പോയിരുന്ന് ഞാൻ ബീഫ് ഇങ്ങനെ വെട്ടി കഴിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. റാസൽ ഖൈമയിൽ പോയിട്ട് കുറച്ച് പോർക്ക് ചോദിച്ചു നോക്കുക, അപ്പോൾ അവന്മാർ വെട്ടി പിരികണമാണ്. അത് മാത്രമേ എനിക്ക് പറയാനായിട്ടുള്ളൂ. എന്ത് തന്നെയായിരുന്നാലും ലക്ഷദ്വീപിൽ ഇപ്പോൾ മദ്യം വിളമ്പാൻ പോകുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. തെല്ലൊരു ഗദ്ഗതത്തോടു കൂടി നമ്മുടെ സുഡാപ്പി ചാനൽ ഈ വാർത്ത ഒരു രോഷത്തോടു കൂടിയും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ലക്ഷദ്വീപിൽ മദ്യം വിളമ്പാൻ അനുമതി, ലൈസൻസ് നൽകി കളക്ടർ, വ്യാപകമായിട്ടുള്ള പ്രതിഷേധം എന്നാണ് പറയുന്നത്. ഡാർക്ക് ബംഗ്ലാവുകൾക്ക് മദ്യം സൂക്ഷിക്കാനും വിതരണം ചെയ്യാനും അനുമതി നൽകിയാണ് ഉത്തരവ്. പണ്ട് അവിടെ പ്രഫുൽ ഖോഡ പട്ടേൽ വന്നപ്പോൾ അവിടെ തെങ്ങിനവരെ കാവ്യവൽക്കരിക്കുന്നു ഇവന്മാർ എന്നാണ് ഇവന്മാർ പറഞ്ഞിട്ടുണ്ട്. അതായത് തെങ്ങിൽ പോയി കാവി കളർ അടിച്ചു എന്നാണ് പറയുന്നത്. അതാണ് ദാരു മിട്ടി. അതായത് തെങ്ങിന് അത്യാവശ്യം രോഗങ്ങളൊന്നും വരാതിരിക്കാനായിട്ട് അതിൻ്റെ മൂട്ടി കൊണ്ട് അടിക്കുന്ന പെയിൻ്റാണ്, അല്ലെങ്കിൽ ഒരു തരം മണ്ണാണത്. ആ മണ്ണിന് കാവി കളർ വന്നതിന് ഇപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനത്തെ മണ്ണാണ് അവിടെ അടിക്കുന്നത്. പിന്നെ ലക്ഷദ്വീപിനെ വികസിപ്പിക്കാൻ പോവുകയാണ്. മാൽദീവ്സ് എന്ന് പറയുന്ന ആ കണ്ടാന്തരം പിടിച്ച രാജ്യം നമുക്ക് എപ്പോൾ പണി തരുമെന്ന് അറിഞ്ഞില്ല. പിന്നെ അവന്മാരെല്ലാം കൂടെ മുങ്ങി താന്നുകൊണ്ടിരിക്കുകയാണ്. അവന്മാർ ഏത് നിമിഷത്തോടെ ഇങ്ങോട്ട് ചാടാന്ന് പറഞ്ഞ് എല്ലാം കൂടെ റെഡി ആയിരിക്കുകയാണ്. അപ്പോൾ കാണാം ഇന്ത്യ കെട്ടിച്ചോർന്ന് നരേന്ദ്രമോദി ഒന്ന് ലക്ഷദ്വീപിൽ 4 പാട് നടന്ന്, അപ്പോൾ കാണാം സാമ്പത്തിക മാന്ദ്യത്തിൽ മാൽദീവ്സ് മുങ്ങിത്താഴുന്ന കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിച്ചത്. അന്നൊന്നും, അതായത് മാൽദീവ്സിലുള്ള ആൾക്കാർ ലക്ഷദ്വീപിനെ കളിയാക്കി. അതറിഞ്ഞായിരുന്നോടെ? നീയൊക്കെ അതറിഞ്ഞായിരുന്നോ? മാൽദീവ്സിലുള്ളവന്മാർ ലക്ഷദ്വീപിനെ കളിയാക്കി. ലക്ഷദ്വീപിലുള്ളവന്മാർക്ക് കുളിക്കുകയല്ല, നനയ്ക്കുകയല്ല, കക്കൂസി പോയാൽ കഴിവേയില്ല എന്നാണ് അവന്മാർ അവിടെ പറഞ്ഞു പരത്തിയത്. ഇന്ത്യൻ പ്രധാനമന്ത്രി അവന്മാർ അപമാനിച്ചു. പിന്നെ അതിൽ ഇവിടെ ഒരു ചുക്കും ചുണ്ണാമ്പൂല്ലെന്നറിയാം. അതിനുള്ളത് ഇന്ത്യ മുഴുവനുള്ള ആൾക്കാർ, സെലിബ്രിറ്റീസ് അടക്കം അതിനുള്ളത് അവന്മാർക്ക് കൊടുത്തിട്ടുണ്ട്. ഇവിടെ മറ്റേ രായപ്പനൊക്കെ ഉണ്ടല്ലോ ലക്ഷദ്വീപിലുള്ള ആൾക്കാർക്ക് വേണ്ടി ശബ്ദമുയർത്തിയ. അപ്പോൾ ഈ മാൽദീവ്സ് ലക്ഷദ്വീപിലെ സമ്പൂർണ്ണമായിട്ടുള്ള ആൾക്കാരെയും വൃത്തിയില്ലാത്തവന്മാർ അല്ലെങ്കിൽ വൃത്തികെട്ടവന്മാർ എന്ന് അധിക്ഷേപിച്ചപ്പോൾ അവന്മാരെയൊന്നും കണ്ടില്ല. അല്ല, എനിക്ക് അറിയാൻ പാടില്ലാത്തതുകൊണ്ട് ചോദിക്കുകയാണ്. അങ്ങനെ ലക്ഷദ്വീപിനെ നമ്മൾ എന്ത് ചെയ്യും, മാൽദീവ്സിൻ്റെ ലെവലിലോട്ട് ഉയർത്താനാണ് ഇതൊക്കെ ചെയ്യുന്നത്. അതുമാത്രമല്ല, അതൊരു നേവൽ ബേസാണ്. യാതൊരു നേവൽ ബേസായിട്ട് വികസിപ്പിക്കാനാണ് കേന്ദ്ര സർക്കാരിൻ്റെ തീരുമാനം. തൊട്ടപ്പുറത്ത് ദി ഗ്രേറ്റ് നിക്കോബാർ പ്രോജക്റ്റ് വരുന്നുണ്ട്. അതിൻ്റെ ഇപ്പുറത്ത്, അതായത് ബേ ഓഫ് ബംഗാളിലെ ഗ്രേറ്റ് നിക്കോബാർ പ്രോജക്റ്റ്, ഇപ്പുറത്ത് ആൻഡമാൻ ആൻഡ് നിക്കോബാറിൻ്റെ നേരെ ഓപ്പോസിറ്റ് ലക്ഷദ്വീപിൽ അവിടെ ഒരു നേവൽ ബേസ് വരും. അതായത് ഏതെങ്കിലും അമ്പലത്തിൽ പോകുമ്പോൾ അപ്പുറത്തും ഇപ്പുറത്തും ദാരികന്മാർ നിൽക്കുന്നത് കണ്ടിട്ടില്ല, അതുപോലെ അപ്പുറത്തും ഇപ്പുറത്തും ഇന്ത്യയെ കാക്കാൻ പടച്ചട്ട പോലെ 2 നേവൽ ബേസുകൾ. ആൻഡമാൻ ആൻഡ് നിക്കോബാർ പ്രോജക്റ്റ് വരാൻ പാടില്ല എന്നാണ് ഇവിടുത്തെ കോൺഗ്രസിൻ്റെ വേട്ടാവളിയന്മാർ പറഞ്ഞിട്ടുള്ളത്. അല്ലെങ്കിൽ തന്നെ ഇവന്മാർ എന്താണ് വരാൻ പറ്റുമെന്ന് പറഞ്ഞിട്ടുള്ളത്? ഇവന്മാർ ഗൂഗിൾ പേയും ഫോൺ പേയും ഡിജിറ്റൽ ഇന്ത്യയും വരുന്നു എന്നൊക്കെ പറഞ്ഞപ്പോൾ തന്നെ ആ വൃത്തികെട്ടവൻ ചിദംബരം അവിടെ ഇരുന്ന് പറയുന്നത്, ഈസ് ദെയർ സ്വൈപ്പിംഗ് മെഷീൻ ദെയർ, ഈസ് ദെയർ വൈഫൈ ദെയർ, ഈ പച്ചക്കറിക്കാരുടെ കയ്യിലൊക്കെ വൈഫൈ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് അവൻ്റെ അണ്ണാക്കിലല്ല ആസനത്തിൽ അടിക്കുന്ന നടപടിയാണ് നരേന്ദ്രമോദി സർക്കാർ പിന്നെ എടുത്തത്. കഴിഞ്ഞ ദിവസം ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോൺ വന്ന് പറഞ്ഞിട്ട് പോയതേ ഉള്ളൂ, ഇതൊക്കെ എങ്ങനെയുള്ളയോ ഈ സാധിക്കുന്നത്, എനിക്ക് മനസ്സിലാവുന്നില്ല എന്ന് പറഞ്ഞിട്ട് പോയതേ ഉള്ളൂ. അപ്പോൾ ലക്ഷദ്വീപിലേക്ക് മടങ്ങി വരാം. അങ്ങനെ ലക്ഷദ്വീപിൽ മദ്യം വിളമ്പാൻ പോവുകയാണ്. അതും ടൂറിസ്റ്റുകൾക്കാണ് വിളമ്പുന്നത്. കേന്ദ്രഭരണ പ്രദേശമായിട്ടുള്ള ലക്ഷദ്വീപിൽ മദ്യം വിളമ്പാൻ അനുമതി നൽകി ദ്വീപ് ഭരണകൂടം. ആൾതാമസമുള്ള 10 ദ്വീപുകളിലെയും ഡാർക്ക് ബംഗ്ലാവുകൾക്കുമാണ് മദ്യം സൂക്ഷിക്കാനും വിതരണം ചെയ്യാനും അനുമതി നൽകി ഉത്തരവിട്ടത്. ഇതിനെതിരെ വ്യാപക പ്രതിഷേധം ഉയർന്നിട്ടുണ്ട്. നമ്മുടെ താണ്ഡവം താത്ത വന്നില്ലേ, ഒരു താത്തയുണ്ടല്ലോ അവിടെ, താണ്ഡവമൊക്കെ കളിക്കുമെന്ന് പറയുന്നത്, താണ്ഡവം കളിക്കുമെന്ന മറ്റേ ബയോ വെപ്പൺ ഇറക്കുമെന്ന് അങ്ങനെയൊക്കെ ഒരു താത്ത അവിടെ പറയുന്നുണ്ടല്ലോ. ലക്ഷദ്വീപ് കളക്ടർ ഡോക്ടർ ആർ ഗിരീഷ് ശങ്കറാണ് ഡാർക്ക് ബംഗ്ലാവുകൾക്ക് മദ്യം സൂക്ഷിക്കാനും വിതരണം ചെയ്യുവാനും അനുമതി നൽകി ഉത്തരവിട്ടത്. സാധുവായ പെർമിറ്റുള്ളവർക്ക് മാത്രമേ മദ്യം നൽകാവൂ എന്ന്, വിതരണം ചെയ്യുന്ന മദ്യത്തിൻ്റെ കൃത്യമായ സ്റ്റോക്ക് വിവരങ്ങൾ രജിസ്റ്റർ ചെയ്യണമെന്നും രേഖപ്പെടുത്തിയിട്ടുണ്ട്.
സമ്പൂർണ്ണ മദ്യനിരോധനം നിലവിലുള്ള പ്രദേശമാണ് ലക്ഷദ്വീപ്. എന്നാൽ വിനോദസഞ്ചാരത്തിൻ്റെ പേരിൽ ലക്ഷദ്വീപിൽ മദ്യവിതരണം ആരംഭിക്കാൻ ഏറെക്കാലമായി നീക്കം നടക്കുന്നുണ്ടായിരുന്നു. ഇതിനെതിരെ വ്യാപക പ്രതിഷേധവും ഉയർന്നു. ലക്ഷദ്വീപിൽ മദ്യം സുലഭമായി ഒഴുക്കുകയാണ് ഉത്തരവിലൂടെ ലക്ഷ്യമെന്ന് മുൻ MP PP മുഹമ്മദ് ഫൈസൽ കുറ്റപ്പെടുത്തി എന്നാണ് യൗമാരി എഴുതി പിടിപ്പിച്ചിരിക്കുന്നത്. അതായത് എന്ത് കുടിക്കണമെന്നും എന്ത് കഴിക്കണമെന്നുള്ള തീരുമാനം അപ്പോൾ ഇവിടെ ഇല്ലല്ലേ, നന്നായി. അപ്പോൾ ഇതിനെയാണ് നമ്മൾ ഇരട്ടത്താപ്പെന്ന് പറയുന്നത്. അതായത് നമ്മുടെ ആൾക്കാർ വർദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ മലപ്പുറം ചെല്ല പിരിക്കണം, വേറെ രാജ്യം വേണം, ഇവിടെ അത് വിളമ്പാൻ പാടില്ല, ഇത് വിളമ്പാൻ പാടില്ല, തെരുവിലോട്ടങ്ങ് ഇറങ്ങിയാണ്, ഭരണഘടനയൊക്കെ നമുക്ക് അട്ടിമറിക്കുക എന്നൊക്കെയാണ് വിചാരം. അതൊക്കെ എട്ടായിട്ട് മടക്കി മടിക്കുത്തിന് താഴെ വച്ചുകൊണ്ടിരുന്നാൽ മതി. അപ്പോൾ ശരി.